ചേട്ടന്റെ പേരെന്താ? സുയിക്കുമാർ കെവി. പിന്നെ പുള്ളി സംശയം തീരുന്നില്ല. എന്നോട് ചോദിച്ചു, നീ എത്രയിലാ പഠിക്കുന്നത്? ഞാൻ ഒരു ചേട്ടൻ എത്രയില്ല? ഞാൻ യുഗമില്ല. ഭയങ്കര അഭിമാനത്തോടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ LKG വേറെ ആരുമില്ല. പുള്ളി മൊത്തത്തിൽ നോക്കിയിട്ട് എന്റെ മുഖത്ത് നോക്കി താഴെ കൊടുത്തു. ഇങ്ങനെ അങ്ങോട്ടും കൂടി ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയിട്ട് സംശയത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ? അല്ല പിന്നെ നിനക്ക് തന്നെ അവൻ അച്ഛന്റെ മുഖം. കാരണം ഇപ്പൊ വീശത്താടിയുടെ ഇതുമായിട്ട് ഒരു ലോജിക്കലി കറക്റ്റാണ്. അപ്പൊ അങ്ങനെ കുട്ടികളൊക്കെ പഴയ പോലെ തന്നെ പറഞ്ഞു ചെയ്യാൻ പറ്റും. അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയാണെങ്കിലും ഏത് ഇതാണെങ്കിലും നല്ല ഭംഗിയായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്ത് അവതരിപ്പിച്ചാൽ കുട്ടികൾക്ക് വിജയമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഈ അത്ഭുതദ്വീപ് എന്ന സിനിമ മൂലമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചത്. അപ്പൊ ഗിന്നസ് പക്രു എന്നുള്ള പേരിട്ട് നമ്മുടെ മമ്മൂക്ക അല്ലേ? അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം എന്നെ ഗിന്നസ് ചേർത്ത് ആദ്യമായിട്ട് വിളിച്ചത് നമ്മുടെ സ്വകാര്യമായ അഹങ്കാരം മെഗാസ മമ്മൂക്ക തന്നെയാണ്. ഒരു വലിയ സന്തോഷമാണ്. അത് മാത്രമല്ല ആ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റിയ വലിയ സന്തോഷമാണ്. ചെറിയൊരു സാമ്യമുണ്ട്. മമ്മൂക്ക അദ്ദേഹത്തിന്റെ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഞാൻ എന്റെ പൊക്കം മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ആരോട് സാമ്യം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ അത്ഭുതദ്വീപ് സിനിമയ്ക്ക് വേണ്ടി നായികയായിട്ട് മല്ലിക കപൂറിനെ ഹിന്ദിയിൽ നിന്നും കൊണ്ടുപോകും. നായിക വളരെ നല്ല അനുഭവമായിരുന്നു എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ പ്രേക്ഷകർ, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മല്ലിക കപൂറുമായിട്ടുള്ള ബന്ധമാനുഭവം അതൊന്ന് വിശദീകരിക്കാൻ പറ്റും? വേറൊന്നുമില്ല. പാർട്ടിസിൽ കുട്ടിയെ എടുത്തോണ്ട് നടക്കും. നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞു ഈ പറഞ്ഞ പോലെ തന്നെ ഷൂട്ടിംഗ് എല്ലാം തീർന്നു. അപ്പൊ തീർന്നു കഴിഞ്ഞപ്പോൾ തന്നെ യാത്ര നിൽക്കുവാണെങ്കിൽ ഈ കുട്ടി എന്നെ അടുത്ത് വന്നു. എന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. എന്റെ കൈക്ക് പിടിച്ചു. അപ്പൊ ഞാൻ നായകനാണല്ലോ, പ്രേമസിംഗ് സാറിന്റെ പോലെ നിൽക്കുക. എന്താണ് കുട്ടി പറയാൻ പോകുന്നത്? വളരെ ആവേശത്തോടെ കണ്ണീർ നോക്കി കുട്ടി എന്നോട് പറയാം, എനിക്ക് ജനിക്കാൻ പോയ മോനാണ് നീ. ആവേശം കണ്ടതൊന്നും വേറൊന്നും അങ്ങനെ അത്രക്കുള്ളൂ. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ഈ മലയാള സിനിമയിൽ ഇടയ്ക്കുള്ള വിവാദങ്ങളൊക്കെ വരുന്നുണ്ടോ? സ്ത്രീകൾക്കൊന്നും തോന്നുന്നത് ചെറിയൊരു സംശയമാണ്. കഴിഞ്ഞ ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നം എന്തല്ല, നടികളുടെ റൂമിൽ പൊട്ടുന്നു എന്ന് പറഞ്ഞൊരു കഴിഞ്ഞ കാലഘട്ടത്തിൽ എപ്പോഴൊക്കെയാണ് താങ്കൾ അങ്ങനെ ഏതെങ്കിലും നടിയുടെ റൂമിൽ പൊട്ടിയിട്ടുണ്ടോ? ഞാൻ എല്ലാവരുടെയും റൂമിൽ പൊട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും റൂമിൽ പൊട്ടിയിട്ടുണ്ടോ? വേറൊന്നുമല്ല, കോളിംഗ് എനിക്ക് കൈ എത്തുമല്ലോ, അതുകൊണ്ട് ഞാൻ റൂമിൽ പൊട്ടുക. മറുപടി പറഞ്ഞാൽ ഒരുപാട് നന്ദി. ചെറിയൊരു സന്തോഷം വേറൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഇതിനോട് അറിഞ്ഞു കാണും വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി അത്ഭുതദ്വീപ് 2 അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അത്ഭുതദ്വീപിന് ആദ്യ ഭാഗത്തിന് കിട്ടിയ അതേ പ്രോത്സാഹനം രണ്ടാം ഭാഗത്തിൽ ഉണ്ടാവണം. മിക്കവാറും ഈ വർഷം ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതായിരിക്കും. അത്ഭുതദ്വീപ് വന്ന് വിജയിപ്പിച്ച കുട്ടികൾ തന്നെയാണ്. തീർച്ചയായിട്ടും കുട്ടികൾ ഏറ്റെടുക്കും അത്ഭുതദ്വീപ് സിനിമ എന്നാൽ നമുക്ക് ഉറപ്പായിട്ടും അറിയാം. ഇപ്പൊ പുതിയ പ്രൊജക്ട് എന്താണ്? പുതിയ പ്രൊജക്ട് ഈ 23-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന മലയാളത്തിലെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇളയരാജ എന്ന സിനിമയുടെ ആ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രധാന വേഷത്തിൽ വരുന്ന 916 കിലോമീറ്റർ എന്ന സിനിമയാണ്. തീർച്ചയായിട്ടും ഈ കാലിക്കറ്റിലെ ഇന്ന് ഇവിടെ മുന്നിൽ നിൽക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങൾ വിചാരിച്ചാൽ ഈ ഒരു ചെറിയ സിനിമ ഒരു വലിയ വിജയമാക്കും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു വിശ്വാസവും ബാക്കി വിശ്വാസവും എനിക്കുണ്ട്. അപ്പോൾ 916 കിലോമീറ്റർ നിങ്ങൾ കാണണം. തീർച്ചയായിട്ടും ഈ കോഴിക്കോടുകാരെ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. തീർച്ചയായിട്ടും വലിയ നല്ല പ്രോത്സാഹനം